ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഏതെങ്കിലും വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രം ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. Kdenlive എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏതെങ്കിലും വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രം ഫ്രീസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ ഫ്രീസ് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ വീഡിയോ പോർഷൻ മാത്രമേ ഫ്രീസ് ആവുകയുള്ളൂ. ഓഡിയോ പോർഷന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഈ വീഡിയോയുടെ കുറച്ച് ഭാഗമാണ് എനിക്ക് ഫ്രീസ് ചെയ്യേണ്ടത്. ഇത് വളരെ സ്മൂത്തായ ഒരു വീഡിയോ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഭാഗത്ത് വരുന്ന കുറച്ച് പോർഷൻ എനിക്ക് ഫ്രീസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നു. ഇനി അതിനുവേണ്ടി ഇവിടെ Kdenlive ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഈ വീഡിയോ ഞാൻ Kdenliveലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം വീഡിയോ ഞാൻ ഇതിൻ്റെ ടൈം ലൈനിലേക്ക് വലിച്ചിടുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇതാ ഈ 12 സെക്കൻഡ് മുതലുള്ളതാണ് എനിക്ക് ഫ്രീസ് ചെയ്യേണ്ടത്. ഞാൻ ഓക്കെ ഇവിടെ 12 എന്ന് കൊടുത്ത് എൻ്റർ കൊടുക്കുന്നു. ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടി ആ ഭാഗം നമുക്ക് കട്ട് ചെയ്യണം. അതിന് ഇവിടെ വന്ന് ആ ഭാഗം കട്ട് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇത് പ്ലേ ചെയ്യുന്നു. ഞാൻ മുതൽ 18 സെക്കൻഡ് വരെ ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് എടുത്തേ വന്നുള്ളൂ. നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ 18 സെക്കൻഡ് വരെ 18 അടിച്ച് എൻ്റർ കൊടുക്കുന്നു. ഇവിടെ വരെയാണ് ഞാൻ ഫ്രീസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ആ പോർഷനും കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം സൂം ചെയ്യുന്നു. ഇതാണ് നമുക്ക് ഫ്രീസ് ചെയ്യേണ്ട പോർഷൻ. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഫ്രീസ് എന്ന ഓപ്ഷൻ സെർച്ച് ചെയ്യുന്നു. ഇതിവിടെ വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെടുത്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഈ വീഡിയോയുടെ കാണുന്ന ഭാഗത്തിൻ്റെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എഫക്റ്റ് ഓപ്പണായി വന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് അതൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇത് റെൻഡർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. വീണ്ടും പ്ലേ ആയി തുടങ്ങി. ഞാനിത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ വീഡിയോ റെൻഡർ ചെയ്തതിന് ശേഷം 2 വീഡിയോകളും ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഞാനിതിവിടെ മിനിമൈസ് ചെയ്യുന്നു. ഇത് റെൻഡർ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാ ഇപ്പോൾ റെൻഡർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ വീഡിയോയുടെ ഭാഗങ്ങൾ ഫ്രീസ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.